إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. لإيلاف قريش إيلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف. يا أيها الإخوان والأخوات اتقوا الله عباد الله أوصيكم أولا بتقوى الله. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ, അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിച്ച് ഖബറിലേക്ക് മടങ്ങേണ്ടവരാണ് നമ്മളെല്ലാവരും എന്ന ബോധത്തോടുകൂടി അമലുകളെ പരിപൂർണമായും നിയന്ത്രിക്കണേ എന്ന് ആമുഖമായി ഓർപ്പിക്കുകയാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും പരിപൂർണമായ ഈമാനും മരണം വരെയുള്ള ആരോഗ്യവും നിലനിർത്തി തരുമാറാവട്ടെ. സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മൾ ഓതി കേൾപ്പിക്കപ്പെട്ടത് 106-ാമത്തെ സൂറത്ത് ഖുറൈശിലെ ആയത്തുകളാണ്. നമുക്കറിയാം, ഓഗസ്റ്റ് 14 ഇന്ന്. 1947 ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിച്ചു. സ്വാതന്ത്ര്യത്തിന് മിമ്പറുകളുടെ ദൗത്യമെന്ത് എന്ന് ഒരു വട്ടമെങ്കിലും നമ്മൾ ആലോചിക്കും. സ്വാഭാവികമാണ്. ഇന്ത്യ അതിൻ്റെ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുമ്പോൾ ഇസ്ലാമികമായി ചരിത്രം പരിശോധിക്കുമ്പോൾ നൂഹ് നബി മുതൽ മൂസ നബി മുതൽ ഉള്ള കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിലൊക്കെ സവർണ മേധാവിത്വം, അതേപോലെ തന്നെ ഭരണമേധാവിത്വം അടിമകളാക്കി വെച്ചിരുന്ന ഒരു സംവിധാനം അവിടെ ഉണ്ടായിരുന്നു. നമുക്കറിയാം, അർസിൽ മഅി ബനി ഇസ്രാഈൽ, മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞത്, ഇസ്രായേല്യരെ എന്റെ കൂടെ നിങ്ങൾ അയച്ചു തരണം എന്നായിരുന്നു. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജനനത്തിന് മുന്നേ നടന്ന ആനക്കലഹ സംഭവം, അബ്രഹത്തും കൂട്ടരും കഅബ പൊളിക്കാൻ വന്ന ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് സ്വാതന്ത്ര്യത്തിന്റെ മറ്റൊരു ചരിത്രമാണ്. അതേപോലെ തന്നെ സൂറത്ത് ഖുറൈശ് നമുക്ക് പഠിപ്പിച്ചത്, ഒരു മനുഷ്യൻ ഉണ്ടാവേണ്ടത് 2 സംഗതിയാണ്. ഒന്ന് ഭയത്തിൽ നിന്നുള്ള മോചനമാണ്, മറ്റൊന്ന് ദാരിദ്ര്യത്തിൽ നിന്നുള്ള മോചനമാണ്. ദാരിദ്ര്യമില്ലാത്ത ജീവിതവും ഭയമില്ലാത്ത ജീവിതവും
ഒരു മനുഷ്യന് ആവശ്യമാണ് എന്നാണ്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ മുസ്ലിം പണ്ഡിതന്മാർ, മുസ്ലിം നേതാക്കന്മാർ മറ്റുള്ളവരുടെ കൂടെ ഉണ്ടായിരുന്നു. അതിൽ വളരെ അറിയപ്പെട്ട ഒരു ഗ്രന്ഥമാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥം വായിക്കാത്തവർ ഒന്ന് വായിക്കണം. ചെറിയ രൂപയെ ആ പുസ്തകത്തിന്റെ വിലയായി ഉള്ളൂ. മലയാളത്തിൽ ലഭ്യമാണ്. അപ്പൊ തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന ഗ്രന്ഥത്തിൽ അന്ന് മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്തത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേണ്ടിയുള്ള ആഹ്വാനമായിരുന്നു, പ്രഖ്യാപനമായിരുന്നു. ആയത്തുകളിലൂടെ, ഹദീസുകളിലൂടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രങ്ങളിലൂടെ ഇവിടെ കുടിയേറിപ്പാർത്ത, നമ്മെ നശിപ്പിക്കാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്ന, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള തത്വം മുഖമുദ്രയാക്കിയ ബ്രിട്ടീഷുകാരെ എങ്ങനെ തുരത്താം, എങ്ങനെ തുരത്തണം, അതിന്റെ ബാധ്യത എന്ത്, ദൗത്യമെന്ത് എന്ന പ്രഖ്യാപനമായിരുന്നു തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന ഗ്രന്ഥം. നമ്മൾ സ്വാതന്ത്ര്യ സമര ചരിത്രം ആധുനിക കാലഘട്ടം പഠിക്കേണ്ടതാണ്. പേരിന്റെ പേരിൽ ചില ആളുകളുടെ പേരുകൾ ഇന്ന് ചരിത്രം മറക്കുവാൻ ശ്രമിക്കുന്ന ഒരു കാലത്താണ് ഞാനും നിങ്ങളും ഉള്ളത്. പല പേരുകളെയും പറയാൻ പലർക്കും മടി കാണുന്നു. ഇവിടെയാണ് സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ എന്താണ് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിദേശ ഭരണം അവസാനിച്ചു, രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചു, ഭരണാധികാരികൾ മാറി, പക്ഷേ അനീതി മാറിയിട്ടില്ലെങ്കിലോ, ഭരണം മാറുമ്പോ അന്യായം മാറുന്നില്ലെങ്കിലോ, പതാകകൾ മാറുമ്പോ വെറുപ്പ് മാറിയിട്ടില്ലെങ്കിലോ, പതാക മാറി 1947 നമ്മുടെ പതാക മറ്റൊന്നായി. ആ പതാക നാം എല്ലാ 15-നും ഉയർത്തുമ്പോ മനസ്സുകൾ മാറിയിട്ടില്ലെങ്കിലോ, അതേപോലെ രാജ്യം സ്വതന്ത്രമായി എന്ന് പറയുമ്പോ നമ്മുടെ മനസ്സ് സ്വതന്ത്രമായിട്ടില്ലെങ്കിലോ, ജാതിയുടെ, വർഗത്തിന്റെ, വർണ്ണത്തിന്റെ, ദേശീയതയുടെ, മതത്തിന്റെ പേരിൽ പരസ്പരം കൊത്തിക്കീറുന്ന സമൂഹം ആഗസ്റ്റ് 15 ആഘോഷിക്കുമ്പോ അതിൽ എന്ത് അർത്ഥമാണ് ഉള്ളത്? അപ്പൊ ആഗസ്റ്റ് 15 വരുമ്പോ സമൂഹത്തെ നമ്മൾ പഠിപ്പിക്കേണ്ടത് വർഗ, വർണ്ണ, വൈജാത്യങ്ങൾക്ക് അതീതമാണ് എന്ന് നാം സന്ദേശമായി പഠിപ്പിക്കേണ്ടതുണ്ട്. ഖദ് അഫ്ലഹ മൻ സക്കഹ വഖദ് ഖാബ മൻ സക്കഹ. ഈ ആയത്തുകൾ അന്നത്തെ മുസ്ലിം പണ്ഡിതന്മാർ ഉദ്ധരിച്ച ആയത്തുകളായിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ, കൊളോണിയലിസത്തിനെതിരെ പ്രഖ്യാപിച്ച ആയത്തുകളായിരുന്നു. ഖദ് അഫ്ലഹ മൻ സക്കഹ. ഹൃദയം അതിനെ ശുദ്ധീകരിച്ചവൻ അവൻ മാത്രമാണ് വിജയിച്ചവൻ. അഹങ്കാരമില്ലാതെ, പൊങ്ങച്ചമില്ലാതെ, ജാടയില്ലാതെ, അസൂയയില്ലാതെ, അന്യായമില്ലാതെ, അനീതിയില്ലാതെ ഉള്ള ഒരു ഖൽബ് നമുക്കുണ്ടാവണം. വഖദ് ഖാബ മൻ ദസ്സഹ. മനസ്സിനെ മലിനമാക്കിയവൻ അവൻ പരാജയപ്പെട്ടവനാണ് എന്ന തത്വമാണ്. ഇന്ന് അതിർത്തി സേനയുണ്ട് നമ്മുടെ രാജ്യത്തിന്. അവർ കാവൽ നിൽക്കുകയാണ്, കാവൽ ഭടന്മാരാണ്. എന്നും ഉറങ്ങാതെ നിൽക്കുന്ന ഒരുപാട് കാവൽ ഭടന്മാർ നമ്മുടെ രാജ്യത്തിനുണ്ട്. ഇവിടെ എനിക്കും നിങ്ങൾക്കും എന്താണ് ആ വിഷയത്തിൽ ഓർക്കുവാനും പറയുവാനുമുള്ളത് എന്നുള്ളതാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ നേട്ടമായിട്ട് അല്ല നമ്മൾ കാണേണ്ടത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും സമൂഹത്തിന്റെ നേട്ടമായിട്ട് അല്ല നമ്മൾ കാണേണ്ടത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ നേട്ടമായിട്ട് അല്ല നാം കാണേണ്ടത്. മറിച്ച് മനുഷ്യരുടെ ആവശ്യമായിരുന്നു അത് എന്നുള്ളതാണ്. ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻത എന്നുള്ള പ്രഖ്യാപനമുണ്ടല്ലോ. യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും അല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ എന്ന തത്വമുണ്ടല്ലോ. മനുഷ്യ, നീ സൃഷ്ടിച്ചത് ഒരു ആണിലൂടെ പെണ്ണിലൂടെയാണ്. നീ സൃഷ്ടിച്ചത് മനുഷ്യനായിട്ടാണ്. എങ്കിൽ മാനുഷികത നിന്നിലുണ്ടാവണം. എന്താണ് മാനുഷികത എന്ന് പറഞ്ഞാൽ? ഒരാളുടെ റോഡിൽ വീണ് കിടക്കുമ്പോ ആ വീണ് കിടക്കുന്നവന്റെ കൈകൾ പിടിക്കുക എന്നുള്ളത് മാനുഷികതയാണ്. ഒരു മനുഷ്യൻ പ്രയാസപ്പെടുമ്പോ ആ പ്രയാസപ്പെടുന്നവനോട് മാനസികമായി സ്നേഹം കാണിക്കുക, കാരുണ്യം കാണിക്കുക എന്നുള്ളത് മാനുഷികമാണ്. ആ മാനുഷികതയുടെ മൂല്യം
മുറുകി പിടിച്ചുകൊണ്ടായിരുന്നു അന്ന് അവർ പോരാടിയത്. അവരുടെ ജീവൻ, അവരുടെ സമ്പത്ത്, അവരുടെ സമയം, അവരുടെ എനർജി എല്ലാം ചരിത്രത്തിൽ എഴുതപ്പെട്ടു എന്നുള്ളതാണ്. അതിൽ ഏതെങ്കിലും വ്യക്തികൾ മാത്രമല്ല, ഒരു സമൂഹമായി മാറി എന്നുള്ളതാണ്. നമുക്കറിയാം മൗലാന അബുൽ കലാം ആസാദ്, പലപ്പോഴും നാം ഓർത്തുപോകുന്ന ഒരു പേരാണത്. മൗലാന അബുൽ കലാം ആസാദ് ആദ്യത്തെ ഇന്ത്യയുടെ മുസ്ലിം വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു എന്നുള്ളതിന്റെ കൂടെ നാം കുട്ടി വായിക്കേണ്ടതാണ്. മൗലാന അബുൽ കലാം ആസാദിന്റെ തർജുമാനുൽ ഖുർആൻ, ഒരു ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥം നാം വായിക്കേണ്ടതാണ്. അല്പം ചില ഭാഗങ്ങൾ ഇന്നും ലഭ്യമാണ്. അദ്ദേഹം ഫാത്തിഹയെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ആ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥം 3 തവണകൾ അല്ലെങ്കിൽ അതിലധികം തവണ ബ്രിട്ടീഷുകാർ കണ്ടുകെട്ടിയതായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. എന്തിന്റെ പേരിൽ? അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി പോരാടുന്ന ഒരു പോരാളിയായതിന്റെ പേരിൽ. അദ്ദേഹത്തെ തടവറയിലാക്കിയപ്പോ അദ്ദേഹം തടവറയിൽ ഉപയോഗിച്ചത് വെറുതെ ഇരിക്കാനല്ല, ടെൻഷൻ അടിച്ച് പ്രയാസപ്പെട്ട് ഒരു മൂലയിലിരിക്കാനല്ല, ആത്മഹത്യക്ക് വേണ്ടിയല്ല, മറിച്ച് അദ്ദേഹം മപ്പ പറയാനും പോയിട്ടില്ല. അദ്ദേഹം ഒരുങ്ങിയത് ഖുർആനിന് വേണ്ടി ചെലവഴിക്കാനാണ്. അദ്ദേഹത്തെ പോലെ അദ്ദേഹത്തിന് ആർജവമായത് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ ചരിത്രമായിരുന്നു. എന്താ ഇബ്നു തൈമിയ്യയുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ, ഇബ്നു തൈമിയ്യയെ കയ്യാമം വെച്ചുകൊണ്ട് ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോ ഇബ്നു തൈമിയ്യ പറഞ്ഞ ഒരു വാചകമുണ്ട്: ഞാൻ ഇഷ്ടപ്പെടുകയാണ്, ഞാൻ ജയിലറ ഇഷ്ടപ്പെടുകയാണ്. ഞാൻ ജയിലറ ഇഷ്ടപ്പെടാനുള്ള കാരണം എനിക്ക് സ്വകാര്യമായി എന്റെ റബ്ബിനെ ആരാധിക്കാൻ കഴിയും എന്നുള്ളതായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, എന്നെ നിങ്ങൾ നാട് കടത്തിയാൽ ഞാൻ അത് ടൂറായി കാണുമെന്നാണ്. ടൂർ പോകാറുണ്ട് നമ്മൾ. ഇബ്നു തൈമിയ്യ പറഞ്ഞത്, എന്നെ നിങ്ങൾ നാട് കടത്തുമ്പോ ഞാനത് ടൂറായി അനുഭവിക്കുമെന്നാണ്. എന്നെ നിങ്ങൾ കൊല്ലുകയാണെങ്കിൽ ഞാൻ ഷഹീദായി ഞാൻ ഉൾക്കൊള്ളുമെന്നാണ്. എന്നെ നിങ്ങൾ പീഡിപ്പിക്കുകയാണെങ്കിൽ ഞാൻ സ്വർഗത്തിലെ അനുഭൂതിയായി ഞാൻ ഉൾക്കൊള്ളുമെന്നാണ്. ഈ ഒരു പ്രചോദനമാണ് മൗലാന അബുൽ കലാം ആസാദിനുണ്ടായത് എന്ന് അദ്ദേഹം ഓർത്തെടുക്കുകയാണ്. അദ്ദേഹം ജയിലറയിൽ അടക്കപ്പെട്ടപ്പോ ഖുർആനിന്റെ വ്യാഖ്യാനം എഴുതുകയാണ്. ബ്രിട്ടീഷുകാർ കണ്ടുകെട്ടി, കത്തിച്ചു കളഞ്ഞു, പിന്നൊരിക്കൽ കടൽ ഒഴുക്കി കളഞ്ഞു. അങ്ങനെ 3 അതിലധികമോ തവണ അദ്ദേഹം ഖുർആൻ പരിഭാഷ ഇറക്കി. അവസാനം പുറം ലോകം കാണുകയാണ്. ഈ മൗലാന അബുൽ കലാം ആസാദ് അസാധ്യ പണ്ഡിതനായിരുന്നു എന്നാണ്. അദ്ദേഹം ഖുർആനിന്റെ ആയത്തുകൾ ധരിച്ചുകൊണ്ട് അന്ന് സമൂഹത്തോട് പ്രഖ്യാപിച്ചത് ഇവിടെ ഉണ്ടായിരുന്ന അധിനിവേശത്തെ ചെറുക്കാനായിരുന്നു. ജമാലുദ്ദീൻ അഫ്ഗാനിയുടെ ചരിത്രം പറയുമ്പോ, ആ ചരിത്രം വായിക്കുമ്പോ നമ്മുടെ രോമങ്ങൾ എടുത്തു പിടിക്കുന്ന രൂപത്തിൽ ആർജവം ഉൾക്കൊള്ളുന്ന ചരിത്രമാണ്. അദ്ദേഹം പറഞ്ഞു, അല്ലയോ ഇന്ത്യക്കാരെ, നിങ്ങളെല്ലാവരും ഈച്ചകളായിരുന്നുവെങ്കിൽ ആ ഈച്ചയുടെ ചിറകടി ശബ്ദം കേട്ട് പാറിപ്പോകാൻ മാത്രമേ ഇവിടെ ബ്രിട്ടീഷുകാരുള്ളൂ. നിങ്ങളൊക്കെ കക്കകളായിരുന്നുവെങ്കിൽ ആ കാക്കയുടെ ചിറകടി ശബ്ദം കണ്ടുകൊണ്ട് ഓടിപ്പോകാൻ മാത്രമേ ഇവിടെ ബ്രിട്ടീഷുകാരുള്ളൂ എന്ന് പറഞ്ഞ ജമാലുദ്ദീൻ അഫ്ഗാനി, അദ്ദേഹം ഇസ്ലാഹി നേതൃനിരയിൽ ആദ്യകാല പണ്ഡിതന്മാരായിരുന്നു, പണ്ഡിതന്മാരുടെ കൂടുതൽപ്പെട്ടവരായിരുന്നു എന്നുള്ളത് കൂടി നാം ഓർത്തു വായിക്കേണ്ട ചരിത്രത്തിന്റെ മറ്റൊരു വസ്തുത കൂടിയാണ്. അഷ്ഫാഖുല്ലാ ഖാൻ യുവാവായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ത്യാഗം അറിയാതെ തലമുറക്ക് സ്വാതന്ത്ര്യത്തിന്റെ വില അറിയില്ല എന്നാണ്. യുവത്വം, ഇന്നത്തെ യുവത്വം എന്തിനു ചെലവഴിക്കുന്നു? ഒരു ഭാഗം ലഹരിയുടെ സമയം കളയലിന്റെ ഭാഗത്ത് പോകുമ്പോ മറ്റൊരു ഭാഗം സമയത്തിന് വില അറിയാതെ പോകുന്ന ഒരു പ്രായമാണ് യുവത്വം. അതുകൊണ്ടാണ് അല്ലാഹുവിനെ ഏകനാക്കിക്കൊണ്ട് ആരാധിക്കുന്ന യുവാക്കൾക്ക് അർശിൽ തണൽ എന്ന് പ്രഖ്യാപിക്കുവാനുള്ള കാരണം യുവത്വം എന്നുള്ളത് പലപ്പോഴും ഒരു 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 അശ്രദ്ധമായി പോകുന്ന പ്രായമാണ്. അതുകൊണ്ടാണ് എന്ന് പറഞ്ഞത്. 2 അനുഗ്രഹം പറഞ്ഞപ്പോ ഒന്ന് ആരോഗ്യമാണ് എന്നെടുത്തു പറയാനുള്ള കാരണം, ആരോഗ്യമുള്ളപ്പോ സമയം വെറുതെ ചെലവഴിക്കും എന്നുള്ള മനുഷ്യ സ്വഭാവമായതുകൊണ്ടാണ്. ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ അദ്ദേഹം പറഞ്ഞത്, ലൈസ ശദീദു ബിസ്സുർഅ ഇന്നമ ശദീദു അല്ലദി യംലികു നഫ്സഹു ഇൻദൽ ഗളബ്. ആ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഈ ഹദീസ് നമ്മൾ മുറക്കെ പ്രഖ്യാപിക്കണം. അദ്ദേഹം എന്നിട്ട് പറഞ്ഞു, ശക്തി മറ്റൊരാളെ തകർക്കാനല്ല നാം കാണിക്കേണ്ടത്, സ്വന്തം കോപത്തെ നിയന്ത്രിക്കാനാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ ആഹ്വാനവുമായി വന്നപ്പോ ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ പറഞ്ഞത് ഈ ഒരു പ്രഖ്യാപനമാണ്. അതായത്
ആ ഹദീസ്. എന്താ ഹദീസിന്റെ അർത്ഥം? ശക്തൻ എന്ന് പറഞ്ഞാൽ ഗുസ്തി വീരനല്ല ശക്തൻ, മറിച്ച് ദേഷ്യമുണ്ടാകുമ്പോ കോപത്തെ അടക്കി വെക്കുന്നവനാണ് ശക്തൻ. ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അന്നത്തെ സമൂഹത്തോട് അദ്ദേഹം പറഞ്ഞത്, ശക്തി മറ്റൊരാളെ തകർക്കാൻ ഉപയോഗിക്കാൻ പാടില്ല, മറിച്ച് കോപത്തെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കണം എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്. ഇവിടെയാണ് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ചരിത്രത്തിൽ നമുക്കുള്ള ഗുണപാഠം. സഹോദരന്മാരെ, സഹോദരിമാരെ, ഇബ്രാഹിമിന്റെ ചരിത്രത്തിലേക്ക് ഒരു എത്തിയോട്ടം നടത്താം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ച നിരവധി പ്രാർത്ഥനകളിൽ ഒരു പ്രാർത്ഥന, റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമീന, അല്ലാഹുവേ ഈ നാട് നിർഭയത്വമുള്ള നാടാക്കി മാറ്റണം എന്നുള്ള ചരിത്രമാണ്. രാജ്യത്ത് സ്വസ്ഥതയുണ്ടാവണം, സമാധാനമുണ്ടാവണം, ശാന്തി ഉണ്ടാവണം, തൻപോരിമയുണ്ടാവരുത്. ഇത് എല്ലാവരും ആഗ്രഹിക്കുന്നവരാണ്. ഈ ആഗ്രഹം ഫലവത്താകണമെങ്കിൽ പ്രാർത്ഥന നിർബന്ധമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നടത്തിയ പ്രാർത്ഥന, അല്ലാഹുവേ എന്റെ നാട്ടിൽ സമാധാനം ഉണ്ടാവണേ എന്ന പ്രാർത്ഥന, എന്റെ നാട് നിർഭയത്വമുള്ളതാക്കണേ എന്ന പ്രാർത്ഥന, എന്റെ നാട്ടിൽ സമാധാനവും ശാന്തിയും നിലനിർത്തണേ എന്ന പ്രാർത്ഥന നമുക്ക് നടത്തേണ്ടതാണ്. 47 കഴിഞ്ഞു, 2026 നിൽക്കുമ്പോ നമ്മൾ ആലോചിച്ചു നോക്കുക. ആ സ്വാതന്ത്ര്യത്തിൽ നമുക്ക് ലഭിച്ച, ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ പണ്ഡിതന്മാർ, നേതാക്കന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, ജാതി മത വർഗ വർണ്ണ എല്ലാം ഒഴിവാക്കിക്കൊണ്ട് പോരാടിയ ഗാന്ധിജിയെ പോലെയുള്ള മഹാന്മാരായ നേതാക്കന്മാർ, അവർ അന്ന് നമ്മുടെ നാട്ടിന് ഉദ്ദേശിച്ച, സാക്ഷാത്കരിക്കാൻ ആഗ്രഹിച്ച ലക്ഷ്യം എന്താണോ, ഇന്ന് ആ ലക്ഷ്യത്തിലാണോ അല്ലേ നമ്മൾ പഠിക്കേണ്ടതാണ്. അല്ലെങ്കിൽ നമുക്ക് എന്താണ് രാജ്യത്തിന് വേണ്ടി നടത്തുവാൻ പറ്റുന്ന സേവനം എന്ന് അർപ്പിക്കേണ്ടതാണ്. അപ്പോ അതിൽ ആലോചിക്കേണ്ടത്, അന്യായം ഉണ്ടാവാൻ പാടില്ല, അനീതി ഉണ്ടാവാൻ പാടില്ല. എങ്കിൽ ഈ അന്യായം എവിടെയാണ് ആദ്യം തടയുക? ആദ്യം എന്റെ ജീവിതത്തിൽ അന്യായമുണ്ടോ എന്ന് ശ്രദ്ധിക്കണം, എന്റെ ജീവിതത്തിൽ അനീതിയുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. എന്റെ ജീവിതമാണ് ആദ്യം ശുദ്ധീകരിക്കേണ്ടത്, പിന്നെ എന്റെ വീടാണ് രണ്ടാമതായി ശുദ്ധീകരിക്കേണ്ടത്. എന്നിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങാൻ നാം തയ്യാറാവണം. അനീതിക്കെതിരെ, ശബ്ദങ്ങൾക്കെതിരെ ശബ്ദമുയർത്താൻ നാം തയ്യാറാവണം. തഹ്ഫത്തുൽ മുജാഹിദീനിൽ പറഞ്ഞ ഒരു ഹദീസ്, നിങ്ങൾ ഒരു തിന്മ കണ്ടാൽ നിങ്ങൾ കൈകളെ കൊണ്ട് എതിർക്കണം, അത് സാധ്യമാണെങ്കിൽ നാവ് കൊണ്ട് എതിർക്കണം, അതിനും പറ്റൂല എങ്കിൽ മനസ്സുകൊണ്ട് വെറുക്കണം എന്നായിരുന്നു അധിനിവേശത്തിനെതിരെ അവർ നടത്തിയ ഹദീസുകൾ. നാം ആലോചിക്കേണ്ടത്, എല്ലാ തിന്മകൾക്കെതിരെയും പോരാടുവാനുള്ള ഒരു ഐക്യ സാഹോദര്യ കൂട്ടായ്മയായിരുന്നു അന്നുണ്ടായിരുന്ന സ്വാതന്ത്ര്യ ദിന പ്രവർത്തനങ്ങൾ എന്നുള്ളത് നാം ഓർക്കേണ്ടതാണ്. അതല്ലാതെ മുസ്ലിങ്ങളായ നമുക്ക് ഒരു പങ്കുമില്ല എന്ന് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാൻ. കാരണം നമ്മുടെ മുൻകാല നേതാക്കന്മാർ, മുൻകാല പണ്ഡിതന്മാർ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി മുന്നേ പ്രവർത്തിച്ചവരായിരുന്നു. അവർ അവരുടെ ഹുതുബകളും അവരുടെ ക്ലാസുകളും അവരുടെ പഠനങ്ങളും സ്വാതന്ത്ര്യത്തിന് വേണ്ടി ചെലവഴിച്ചവരായിരുന്നു. എങ്കിൽ നമുക്കും നമ്മുടെ നാട്ടിൽ നടക്കുന്ന അരാജകത്വങ്ങൾക്കെതിരെ ശബ്ദിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അത് സംഘശക്തിയിലൂടെയാവണം. വ്യക്തികളാകുമ്പോ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിഞ്ഞുകൊള്ളണം എന്നില്ല. അതുകൊണ്ടാണ് സംഘടനകൾ രൂപീകരിച്ചത്. നമുക്ക് ചില ഇസ്ലാമിക ചരിത്രത്തിലേക്ക് ഒരു എത്തിനോട്ടം നടത്താം. നമുക്ക് നമ്മുടെ കണ്ണൂരുണ്ടായിരുന്ന അബ്ദുൽ ഖാദർ മൗലവി, കണ്ണൂർ, അദ്ദേഹം തൗഹീദിന് വേണ്ടി പ്രവർത്തിച്ച മഹാപണ്ഡിതനായിരുന്നു. ആ പണ്ഡിതൻ ആ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചപ്പോ ആ വിചാരിച്ചത്ര വെളിച്ചം കേരളത്തിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ കാലഘട്ടത്തിൽ തന്നെ തിരൂരങ്ങാടിയിലും തിരൂരിലും വടക്കൻ തെക്കൻ ജില്ലകളിലുമൊക്കെ വ്യക്തികൾ ഉണ്ടായിരുന്നു. പിന്നീട് സംഘടിത രൂപം വന്നപ്പോഴാണ് 1950 കാലഘട്ടങ്ങളിൽ സംഘടനാ രൂപം വന്നപ്പോഴാണ് പ്രസ്ഥാനത്തിന്റെ, ആദർശത്തിന്റെ, പ്രബോധനത്തിന്റെ ശക്തിയായ പ്രവർത്തനം കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. സംഘടന എന്നുള്ളത്, സംഘടന രൂപം എന്നുള്ളത്, കൂട്ടായ്മ എന്നുള്ളത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സംഗതിയാണ് എന്നുള്ളത് കൂടി അതിന് ഇടയിൽ ഞാൻ തിരികെ കയറ്റാൻ ആഗ്രഹിക്കുകയാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതിജ്ഞ എടുക്കേണ്ടതുണ്ട്, തീരുമാനമെടുക്കേണ്ടതുണ്ട്. എന്താണ്? നിയമങ്ങളെ അനുസരിക്കാൻ നാം തയ്യാറാവുക. അതേപോലെ അഴിമതിയിൽ ഞാൻ ഒരിക്കലും ഉണ്ടാവുകയില്ല. അഴിമതിക്കെതിരെ ഞാൻ പോരാടും, അന്യായങ്ങൾക്കെതിരെ പോരാടും. ഒരു മതത്തെയും ഞാൻ അപമാനിക്കുകയില്ല.
മറ്റുള്ളവന്റെ അവകാശത്തെ ഞാൻ സംരക്ഷിക്കും. അതേപോലെ തന്നെ സ്വന്തം നഫ്സിനെ ഞാൻ ശുദ്ധീകരിക്കും. മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന എല്ലാം ഞാൻ ആ ഉപകാരപ്പെടുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ഞാനും പങ്കാളിയായിരിക്കും. എനിക്ക് നല്ല ഇന്ത്യ വേണം. നല്ല ഇന്ത്യ വേണമെങ്കിൽ ഞാൻ ആദ്യം നല്ലവനാകണം. ആദ്യം ഞാൻ മാറണം. നീതിയുള്ള ഇന്ത്യക്ക് വേണ്ടി സമാധാനമുള്ള ഇന്ത്യ ഉണ്ടാവണം, സൗഹാർദ്ദമുള്ള ഇന്ത്യ ഉണ്ടാവണം, വിദ്വേഷമില്ലാത്ത ഇന്ത്യ ഉണ്ടാവണം, അഴിമതിയില്ലാത്ത ഇന്ത്യ ഉണ്ടാവണം. മാത്രമല്ല ലഹരി മുക്തമായ ഇന്ത്യ ഉണ്ടാവണം. ആ ലഹരി മുക്തമായ നമ്മുടെ രാജ്യം ഉണ്ടാവണമെങ്കിൽ നമ്മൾ നന്നാവണം, നമ്മുടെ വീട് നന്നാവണം, നമ്മുടെ നാട് നന്നാവണം, സമൂഹം നന്നാവണം. അതിനുവേണ്ടി ഞാൻ പ്രവർത്തിക്കണം, ഞാൻ പ്രാർത്ഥിക്കണം. എന്റെ ഈ യുവത്വം, എന്റെ ഈ പ്രായം അതിനുവേണ്ടി, രാജ്യത്തിന് വേണ്ടി ഞാൻ ചെലവഴിക്കാൻ തയ്യാറാണ് എന്ന പ്രഖ്യാപനം ഉണ്ടാവണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. إن الحمد لله وصلى الله على خاتم الأنبياء والمرسلين وعلى آله وصحبه أجمعين وعلى من اتبع الهدى إلى يوم الدين. أما بعد يا أيها الإخوان والأخوات اتقوا الله عباد الله أوصيكم ثانيا بتقوى الله. ഏറെ സ്നേഹാദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ച് ഖബറിലേക്ക് മടങ്ങേണ്ടവരാണ് നമ്മളെല്ലാവരും എന്ന ബോധം നിലനിർത്തി പരിപൂർണമായും ജീവിതത്തെ ക്രമീകരിക്കണേ എന്ന് ഒന്നുകൂടി ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും നമ്മുടെ മരണം വരെ നമ്മുടെ ആരോഗ്യവും നമ്മുടെ ഈമാനും നമ്മുടെ ഹിദായത്തും നിലനിർത്തി തരുമാറാവട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, ചരിത്രം ഒരുപാട് വിശദീകരിക്കേണ്ടതാണ്. റസൂലുള്ളാഹിയുടെ ചരിത്രം വിശദീകരിക്കേണ്ടതാണ്. അത് ഞാൻ ഓതിവെച്ച ആയത്ത് സൂറത്ത് ഖുറൈശിലെ ആയത്തിൽ ഈലാഫി ഖുറൈശ് ഈലാഫിഹിം റിഹ്ലത ശിതാഇ വസ്സൈഫ് വൽയഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത് അല്ലദീ അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്. ഈലാഫി ഖുറൈശ്, ഖുറൈശികൾക്ക് ഇണക്കം കൊടുത്ത വിഷയം അല്ലാഹു ഓർമ്മിക്കുകയാണ്. ഈലാഫിഹിം റിഹ്ലത ശിതാഇ വസ്സൈഫ്, ശൈത്യ വേനൽ കാലഘട്ടങ്ങളിൽ അവർക്ക് നാം ഇണക്കം, അഭയം കൊടുത്തു. ഈലാഫ്, ഉൽഫ് കൊടുത്തു. ഫല്യഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത്, അതുകൊണ്ട് ചെയ്യേണ്ട പണി അള്ളാഹുവിനെ ആരാധിക്കുക എന്നുള്ളതാണ്. കാരണം അല്ലദീ അത്അമഹും, അല്ലദീ അല്ലാഹു റബ്ബ് എന്നുള്ളത് അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫിൻ, വിശപ്പിൽ നിന്നും ഭക്ഷണം നൽകിയവൻ, ഭയത്തിൽ നിന്നും നിർഭയത്വം നൽകിയവനാണ് അവൻ. രണ്ട് കാര്യമാണ് ഒരു മനുഷ്യന് അത്യാവശ്യമായിട്ടുള്ളത് എന്നാണ്. അപ്പോൾ നിർഭയത്വവും അതേപോലെ സുഭിക്ഷമായ ഭക്ഷണവും ദാരിദ്ര്യ നിർമാർജനവും എന്നർത്ഥം. പരൂപത്തിൽ ഉള്ള ആയത്തുകളാണ് നാം ഓതി കൽപ്പിക്കപ്പെട്ടത്. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ ജീവിതം എപ്പോഴും ആ രൂപത്തിൽ സമാധാനം ആഗ്രഹിക്കണം. ആഗ്രഹിച്ചാൽ മാത്രം പോരാലോ, അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. അതിന് ഈ ദിനത്തിൽ നമുക്ക് പറയാനുള്ളത്, ഒന്ന്, നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹം ഉണ്ടാവണം എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജറ പോകുമ്പോൾ കരഞ്ഞിരുന്നു എന്നാണ്. എന്താ കരയാനുള്ള കാരണം? മക്ക ജന്മനാടാണ്. ആ ജന്മനാട് വിട്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനോവ്യഥ, ഒരു വേദന, ഒരു പ്രയാസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നു എന്ന് ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാകും. അവിടെ പ്രാർത്ഥിക്കുകയാണ്, മക്കേ, എനിക്ക് നിന്നെ വിട്ടുപോകാൻ ആഗ്രഹമൊന്നുമില്ല, എനിക്ക് ഇഷ്ടമില്ല, എൻ്റെ മനസ്സ് വേദനിക്കുകയാണ്, പക്ഷെ നിവൃത്തിയില്ല, അതുകൊണ്ട് ഞാൻ പോവുകയാണ് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് പോയിരുന്നു എന്നാണ്. ആ രൂപത്തിൽ മാത്രമല്ല റസൂലുള്ളാഹി പഠിപ്പിച്ചൊരു ഹദീസ്, മൻ ഖാന വത്വനിന ഫലൈസ മിന്ന, ആരെങ്കിലും രാജ്യത്തിന്റെ വിഷയത്തിൽ ഒറ്റുകൊടുത്താൽ അവൻ നമ്മിൽപ്പെട്ടവനല്ല എന്നുള്ളതാണ്. അങ്ങനെ നോക്കൂ, അതുകൊണ്ട് തന്നെയാണ് എല്ലാ മുസ്ലിം പരിഷ്കർത്താക്കളും ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവർ എല്ലാം സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പ്രവർത്തിച്ചതും അതുകൊണ്ട് തന്നെയാണ്. നമുക്കറിയാം, ഒരുപാട് പണ്ഡിതന്മാർ കേരളത്തിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ പോലെയുള്ള, അതല്ലെങ്കിൽ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെയുള്ള, കെ മൗലവിയെ പോലെയുള്ള ഒരുപാട് പണ്ഡിതന്മാരുടെ പേരുകൾ കേരളത്തിൽ നമുക്ക് എടുത്തു പറയേണ്ടതാണ്. അതേപോലെ തന്നെ കേരളത്തിന് പുറത്ത് ഇന്ത്യയിലും ഒരുപാട് പണ്ഡിതന്മാർ നമുക്ക് എടുത്തു പറയാനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ചരിത്രങ്ങൾ നാം ഒരിക്കലും മറക്കാൻ പാടില്ല എന്നാണ് സാന്ദർഭികമായി ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് എന്നുള്ളതാണ്. പേരുകൾ പറയുമ്പോൾ ഒരുപാട് പേരുകൾ നാം
ഓർത്തെടുക്കാവുന്ന ഒരുപാട് പേരുകൾ. അപ്പൊ ഇവിടൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാതൃകയാക്കേണ്ടത് ഖുർആൻ ഹദീസുമാണ്. ഏത് രംഗത്തും പ്രവർത്തിക്കുമ്പോഴും ആ വിഷയത്തിൽ ഖുർആനും ഹദീസുമാണ് അവലംബമാകേണ്ടത്. സൈനുദ്ദീൻ മഖ്ദൂം തന്റെ ഗ്രന്ഥം എഴുതി പിടിപ്പിച്ചപ്പോൾ അതിൽ മുഴുവനായും ഈ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയുള്ള ആഹ്വാനം കൊടുക്കുമ്പോഴൊക്കെ അവിടെയൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടുന്നതിന് തുല്യമായിട്ടാണ് തന്റെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് വളരെ വിശദമായി വായിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഇത്തരം ചരിത്രത്തെ നാം ഓർക്കേണ്ടത് ആ കാലഘട്ടത്തിൽ തൻ്റെ നാട്ടിൽ നീതി നടപ്പിലാവണം എന്നുള്ളത് കൊണ്ടാണ് അവരൊക്കെ ആ രൂപത്തിൽ പോരാടിയത് എന്നുള്ള ചരിത്രമാണ് നമ്മൾ ഓർത്തെടുക്കേണ്ടത് എന്നുള്ളതാണ്. നമ്മളും ആ രൂപത്തിൽ നല്ല ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിക്കുക, നല്ല ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നല്ല ഇന്ത്യക്ക് വേണ്ടി ആഗ്രഹിക്കുക, നല്ല ഇന്ത്യക്ക് വേണ്ടി പ്രതീക്ഷിക്കുക. ആ രൂപത്തിൽ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുക പ്രാർത്ഥനയാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യുവാനുള്ള ഏക പോംവഴി എന്നുള്ളത് നാം മറക്കാതിരിക്കുക. റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമീന. അല്ലാഹുവേ, എൻ്റെ ഈ രാജ്യം നിർഭയത്വമുള്ള സമാധാന അന്തരീക്ഷമുള്ള ഒരു രാജ്യമാക്കി മാറ്റിത്തരണേ എന്ന് റബ്ബിനോട് എപ്പോഴും 5 വഖത്ത് നേരങ്ങളിലും അതല്ലാത്തപ്പോഴും രാത്രികാലങ്ങളെ പ്രാർത്ഥനയിലും നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാകുവാൻ തയ്യാറാവുക. നമ്മുടെ നാട്ടിൻ്റെ സമാധാനമാണ് നമുക്കുള്ള ആവശ്യം എന്ന ഒരു ബോധത്തോടു കൂടി നമ്മൾ പ്രവർത്തിക്കുക. അള്ളാഹു പലപ്പോഴായി ഏകദേശം 10-ലധികം സ്ഥലങ്ങളിൽ എടുത്തു പറഞ്ഞ ആയത്തുകൾ മുഴുവൻ നാടിന്റെ സമാധാനമാണ്. ഒരു രാജ്യക്കാരെ കുറിച്ച് പറഞ്ഞപ്പോൾ സൂറത്തു ഹജ്ജിലും മറ്റു സൂറത്തുകളും ഒക്കെ പറഞ്ഞത് ഒരു രാജ്യക്കാരെ കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ ബർക്കത്ത് ഉണ്ടാവുക, അത് വലിയൊരു കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ സമാധാനം ബർക്കത്താണ്, ശാന്തി ബർക്കത്താണ്, സ്വച്ഛത ബർക്കത്താണ്. ആ രൂപത്തിൽ ബർക്കത്തുകൾ രാജ്യത്തുണ്ടാവുക എന്ന ഒരു സംഗതി ഖുർആൻ പഠിപ്പിക്കുക. അപ്പൊ നമ്മൾ ബർക്കത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുക. ആ രൂപത്തിൽ പ്രാർത്ഥനയുമായി മുന്നോട്ടേക്ക് നീങ്ങുവാൻ തയ്യാറാവുക. നമ്മുടെ ഈ പ്രവർത്തനങ്ങളിൽ, ഏത് പ്രവർത്തനങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇസ്ലാമിന് അന്യമായ, ഇസ്ലാം പ്രോത്സാഹിപ്പിക്കാത്ത, ഇസ്ലാം എതിർക്കുന്ന ആചാരങ്ങൾ അറിയാതെ വന്നു പോകുന്നുണ്ടോ എന്ന ഒരു ശ്രദ്ധ കൂടി ഉണ്ടാവണം എന്ന് ഓർപ്പിക്കണം. നമ്മൾ ഇന്ന് 2ാമത്തെ വെള്ളിയാഴ്ചയാണ് ഈ മാസത്തെ. ഇന്ന് കേന്ദ്ര പള്ളി ഫണ്ടാണ് നമ്മുടെ എല്ലാ മാസവും 2ാം വെള്ളിയാഴ്ച ശേഖരിക്കുന്ന കേന്ദ്ര പള്ളി ഫണ്ട് ഇന്നാണ്. എല്ലാവരും നല്ല രൂപത്തിൽ ആ ഫണ്ട് സമാഹരിക്കുന്നതിൽ എല്ലാവരും പരമാവധി സഹകരിക്കണം എന്ന് ഓർപ്പിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ പള്ളിയുടെ കലക്ഷനും ആ കൂട്ടത്തിൽ മറക്കാൻ പാടില്ല. മനസ്സിലാക്കിയതുപോലെ ഒരുപാട് ചിലവുകൾ നിത്യേന നമ്മുടെ ജീവിത ചെലവുകളായി കൂടിക്കൊണ്ടിരിക്കുന്നു, കുടുംബ ചെലവുകളായി കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെയാണ് ഒരു പള്ളിയാകുമ്പോൾ പള്ളിക്കും മറ്റുള്ള രൂപത്തിൽ തന്നെ ചിലവുകൾ കൂടും എന്നുള്ളത് അതൊരു സ്വാഭാവികമായ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും നല്ല രൂപത്തിൽ പള്ളിക്ക് വേണ്ടി ചെലവഴിക്കാൻ, നമ്മുടെ വീട് പോലെ, നമ്മുടെ കുടുംബം പോലെ, നമ്മുടെ ജീവൻ പോലെ അള്ളാഹുവിന്റെ മാർഗത്തിൽ പള്ളിക്ക് വേണ്ടി ചെലവഴിക്കാൻ തയ്യാറാവുക. അള്ളാഹു നല്ലത് കേൾക്കുവാനും നല്ലത് ഉൾക്കൊള്ളുവാനും നല്ലത് അംഗീകരിക്കുവാനും ആ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ച് ജീവിക്കുവാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. മറ്റൊരു കാര്യം, നമ്മുടെ റബീഉൽ അവ്വൽ മാസത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ പല അനാചാരങ്ങളും തെറ്റായ നടപടികളും കാണുമ്പോൾ മനസ്സുകൊണ്ട് വെറുക്കുക എന്ന ഒരു ശീലമെങ്കിലും നമുക്കുണ്ടാവണം. ആരും അല്ലാഹ് അനുവദിക്കാത്ത, റസൂലുള്ളാഹ് പഠിപ്പിക്കാത്ത ഒരു കാര്യങ്ങളിലും നമ്മൾ ആരും ഒഴുകാൻ പാടില്ല. അത് വെള്ളമാണെങ്കിലും ഭക്ഷണമാണെങ്കിലും മധുരമാണെങ്കിലും ഒരു വിഷയത്തിലും ഒരു കോംപ്രമൈസും അത്തരം വിഷയത്തിൽ ഉണ്ടാവാൻ പാടില്ല. ഏത് വിഷയത്തിൽ നമ്മൾ അംഗീകരിക്കണം, കൂട്ടായ്മയുണ്ടാവണം, സാഹോദര്യം ഉണ്ടാവണം. മാത്രമല്ല അവിടെ ജാതി, മത, വർഗ, വർണ്ണ ഒന്നിനും നമ്മളൊരു വ്യത്യാസവും കാണിക്കാൻ പാടില്ല സൗഹാർദ്ദത്തിൽ. പക്ഷേ ആദർശത്തിൽ കൃത്യമായ നിലപാട് നമുക്ക് ഉണ്ടായിരിക്കണം. ആദർശത്തിന്റെ പേരിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും നമ്മൾ തയ്യാറാവാൻ പാടില്ല. കുല്യായുൽ കാഫിറൂൻ സൂറത്തിൽ തന്നെ എന്താണ്? ആദർശത്തിലുള്ള കണിശതയാണ്. അതുകൊണ്ട് തന്നെ എത്ര വലിയ സൗഹാർദ്ദമായാലും ആദർശത്തിൽ നിഷ്ഠയും കണിശതയും കാണിക്കണം. ഒരു തരിമ്പ് എന്ന് പറയാറുള്ളത് പോലെ ഒരു തരിമ്പ് വറ്റ് വെള്ളം പോലും
നമ്മൾ അല്ല പഠിപ്പിക്കാത്തതോ റസൂലുള്ള എതിർത്തതോ റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെടാത്തതോ ആയ ഒരു തുള്ളി വെള്ളം പോലും എൻ്റെ നാവിലേക്ക് എത്തുകയില്ല, ഒരു നയാ കാശ് പോലും എൻ്റെ കയ്യിലേക്ക് എത്തുകയില്ല എന്ന ഒരു പ്രഖ്യാപനം നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. എന്നോർപ്പിക്കുക നൽകുമാറാവട്ടെ. എല്ലാം കാണുന്ന അർഹമുറാഹിമാത അള്ളാഹു അനുകരിച്ചതുപോലെ നീ പഠിപ്പിച്ചതുപോലെ നിന്നെ അനുസരിക്കുന്നവർ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അള്ളാഹുവെ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗദുൽ കൗസറിലെ വെള്ളം കോരി കൊടുക്കുമ്പോൾ അത് വാങ്ങി കുടിക്കുന്നവർ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അള്ളാഹുവെ. നീ ഇഷ്ടപ്പെട്ടവരോട് മാത്രമായി നീ പുഞ്ചിരിക്കുമ്പോൾ ആ പുഞ്ചിരി കാണുന്നവർ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ നീ ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ നീ സ്നേഹിച്ചവരോട് മാത്രമായി നീ പുഞ്ചിരിക്കുന്ന സംസാരിക്കുന്ന നേരത്ത് നിന്റെ ചിരിയും നിന്റെ സംസാരവും കാണുന്ന അനുഭവിക്കുന്ന മുഅ്മിനുകളിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ആളുകളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹുവേ. ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങൾ നീ ഒരുമിപ്പിക്കണേ ജന്നാത്തുൽ ഫിർദൗസ് ഞങ്ങളെ നീ എത്തിക്കണേ അല്ലാഹുമ്മ ഗഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء والأموات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم اغفر لنا وارحمنا اللهم اغفر لنا وارحمنا اللهم اغفر لنا وارحمنا وأنت خير الراحمين. الحمد لله رب العالمين وصلى الله على خاتم الأنبياء والمرسلين وعلى آله وأصحابه أجمعين وعلى من تبع الهدى إلى يوم الدين.